Hi all, welcome to our new session. Today we are going to talk about Helen Keller and her autobiography, The Story of My Life. Helen Keller. So, once she said, "The best and most beautiful things in the world cannot be seen or even touched. They must be felt with the heart." ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ കണ്ണോ കയ്യോ വേണ്ട, ഹൃദയം മതി എന്നവർ പറഞ്ഞിട്ടുണ്ട്. They felt with the heart. They must be felt with the heart. So, with the quote, we can start our class. Before that, we just know who is Helen Keller. Helen Keller. She was born in Alabama, and she was an American author, political activist, and lecturer. So, she was born in 1880 and died in 1968. She was first blind person to earn a Bachelor of Arts degree. അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റും ഇത് തന്നെയാണ്. ഒരു ഡെഫും ബ്ലൈൻഡുമായ ഒരു വ്യക്തിയാണ് അവർ. അപ്പോൾ അവരെ പോലെ ബധിരയും അന്ധയുമായ ഒരാൾ ആദ്യമായാണ് ഒരു ബാച്ചിലർ ഡിഗ്രി, അതായത് ഡിഗ്രി ഹോൾഡർ ആയിട്ടുള്ള ആദ്യത്തെ ബ്ലൈൻഡും ഡെഫുമായിട്ടുള്ള വ്യക്തിയും ഹെലൻ കെല്ലറാണ്. ആൻഡ് ഷീ ഈസ് ഓൾസോ റിമെമ്പേർഡ് ആസ് എൻ അഡ്വക്കേറ്റ് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. പരിമിതികളുള്ള, അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി അവരുടെ ഒരു വക്താവായിട്ടാണ് നമ്മൾ ഹെലൻ കെല്ലറിനെ കാണുന്നത്. സോ ദ നെക്സ്റ്റ് പോയിൻറ്റ്, ദ സ്റ്റോറി ഓഫ് കെല്ലർ and her teacher Anissa Levin was made famous by Keller's autobiography, The Story of My Life. ഹെലൻ കെല്ലർ അവരുടെ ടീച്ചറിനെ പറ്റി ഈ ഒരു ഓട്ടോബയോഗ്രഫിയിലുടനീളം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം പറയുന്നുണ്ടെങ്കിലും ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ അനീസ് ലെവൻ എന്ന് പറയുന്ന ആ ടീച്ചറിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. സോ അവരെ പ്രശസ്തയാക്കിയത് ഈ ഒരു ഓട്ടോബയോഗ്രഫിയിൽ നിന്നാണ്. ഈ ഒരു നമ്മുടെ ഹെലൻ കെല്ലറിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള സ്റ്റോറി ഓഫ് മൈ ലൈഫ് വായിക്കുമ്പോൾ നമുക്ക് ഒരേപോലെ ഹെലൻ കെല്ലറിനോടും അതേപോലെ തന്നെ അനീസ് ലെവനോടും ആരാധന തോന്നും. സോ സച്ച് ആൻ ഇൻസ്പയറിംഗ് സ്റ്റോറി. ജസ്റ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഹെലൻ കെല്ലർ became deaf, dumb and blind when she was very young. Nevertheless, she struggled a lot to accomplish goals in her life. സോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ്, അത്രയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഡെഫും ബ്ലൈൻഡും ഒക്കെ ആണെങ്കിലും ഷീ സ്ട്രഗിൾഡ് എ ലോട്ട് ടു അക്കംപ്ലിഷ് ഗോൾസ് ഇൻ ഹർ ലൈഫ്. ലെറ്റ്സ് സീ ഹൗ ഷീ ടോക്ക് അബൌട്ട് ഹർ ലൈഫ് ഫ്രം ഹർ ഓൺ എക്സ്പീരിയൻസ്. സോ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇത് അവരുടെ ഓട്ടോബയോഗ്രഫിയാണ്, അവരുടെ ആത്മകഥയാണ്. അപ്പോൾ അവരുടെ തന്നെ എക്സ്പീരിയൻസിൽ നിന്ന് അവർ പറയുകയാണ് നമ്മളോട് അവരുടെ ആ ഒരു ലൈഫ് സ്ട്രഗിൾ. സോ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ഈസ് വിത്ത് എ കൈൻഡ് ഓഫ് ഫിയർ ദാറ്റ് ഐ ബിഗിൻ ടു റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം ഞാൻ പറയുകയാണ് നിങ്ങളോടല്ലേ. ഇത് ശരിക്കും എനിക്കൊരു അല്പം ഭയമുണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് വിത്ത് എ കൈൻഡ് ഓഫ് ഫിയർ, ഒരു ചെറിയ ഭയത്തോടു കൂടിയാണ് ദാറ്റ് ഐ ബിഗിൻ ടു റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് മൈ ലൈഫ്. എൻ്റെ ലൈഫിൻ്റെ ഹിസ്റ്ററി ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ എഴുതാൻ തുടങ്ങുന്നത്. ഐ ഹാവ് ആസ് ഇറ്റ് വെയർ എ സൂപ്പർസ്റ്റീഷ്യസ് ഹെസിറ്റേഷൻ ഇൻ ലിഫ്റ്റിംഗ് ദ വെയിൽ ദാറ്റ് clings about my childhood like a golden mist. The task of writing an autobiography is a difficult one. So എന്താണ് അവർ പറയാണ്, അവരൊരു ചെറിയ ഭയത്തോടു കൂടിയാണ് അവർ ഈ ഒരു ഓട്ടോബയോഗ്രഫി എഴുതാൻ തുടങ്ങുന്നത്. ഐ ഹാവ് ആസ് ഇറ്റ് വെയർ എ സൂപ്പർസ്റ്റീഷ്യസ് ഹെസിറ്റേഷൻ. ഒരു സൂപ്പർസ്റ്റീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസം എന്നൊക്കെയുള്ളൊരു അർത്ഥത്തിലാണ്. ഹാവിങ് ഓർ ഷോവിങ് എ ബിലീവ് ഇൻ സൂപ്പർസ്റ്റീഷൻ എന്നുള്ളൊരു മീനിങ്ങിലാണ്. ഒരു സൂപ്പർസ്റ്റീഷ്യസ് ഹെസിറ്റേഷൻ ഈ ഒരു ജീവിതകഥ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു അന്ധവിശ്വാസം എന്നോ അല്ലെങ്കിൽ ഒരു ഭയമെന്നോ പേടിയെന്നോ ഒക്കെ നമുക്ക് പറയാം. ഒരു ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ലാക്ക് ഓഫ് ഒരു കറേജ് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ദ ആക്ഷൻ ഓഫ് പോസിങ് ബിഫോർ സേയിങ് ഓർ ഡൂയിങ് സംതിങ്, അതിനാണ് ഹെസിറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലിഫ്റ്റിംഗ് ദ വെയിൽ ദാറ്റ് ക്ലിങ്സ്, എൻ്റെ ചൈൽഡ്ഹുഡിനെ അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്തെ മൂടിയിരിക്കുന്നൊരു മൂടൽമഞ്ഞുണ്ട്. അതൊരു ഗോൾഡൻ മിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഒരു സ്വർണ്ണത്തിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു മൂടൽമഞ്ഞുകൊണ്ട് മൂടിയിരിക്കുന്ന അതിനെ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആ ഒരു മൂടുപടം
തുറന്ന് നിങ്ങളെ കാണിക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹെസിറ്റേഷൻ എൻ്റെ ഉള്ളിലുണ്ട്. ദ ടാസ്ക് ഓഫ് റൈറ്റിംഗ് ആൻ ഓട്ടോബയോഗ്രഫി ഈസ് എ ഡിഫിക്കൽട്ട് വൺ. അവർ തുറന്ന് സമ്മതിക്കുന്നു, ഓട്ടോബയോഗ്രഫി എഴുതുക എന്ന് പറയുന്നത് അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. നമ്മളുടെ ജീവിതത്തിലുള്ള ഓരോ ഇൻസിഡൻറ്റും നമ്മൾ മറ്റുള്ളവരോട് പബ്ലിക്കലി നമ്മൾ പറയാൻ പോവുകയാണ് അല്ലേ. ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് വൺ എന്ന് അവർ തുറന്ന് നമ്മളോട് സമ്മതിക്കുകയാണ്. വെൻ ഐ ട്രൈ ടു ക്ലാസിഫൈ മൈ ഏർലിയസ്റ്റ് ഇംപ്രഷൻസ് ഐ ഫൈൻഡ് ദാറ്റ് ഫാക്ട് ആൻഡ് ഫാൻസി look alike across the years that link the past with the present. അപ്പോൾ ഇപ്പോൾ അവർക്ക് 22 വയസ്സുണ്ട്. 22 വയസ്സുള്ള സമയത്താണ് അവർ ഓട്ടോബയോഗ്രഫി എഴുതുന്നത്. സോ അവർ പറയുന്നുണ്ട്, വെൻ ഐ ട്രൈ ടു ക്ലാസിഫൈ മൈ ഏർലിയസ്റ്റ് ഇംപ്രഷൻസ്, എൻ്റെ പഴയകാല ഓർമ്മകൾ അല്ലെങ്കിൽ പഴയ ആ ഒരു കാര്യങ്ങളൊക്കെ ഇംപ്രഷൻസൊക്കെ ഞാൻ ഓർക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഐ ഫൈൻഡ് ദാറ്റ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഫാക്റ്റ് ആൻഡ് ഫാൻസി, ശരിക്കുമുള്ള വസ്തുതകളും പിന്നെ ഉള്ള ഭാവനകളും അതൊക്കെയും ഒരുപോലെ തോന്നുന്നു. ലുക്ക് അലൈക്ക് അക്രോസ് ദ ഇയേഴ്സ് ദാറ്റ് ലിങ്ക് ദ പാസ്റ്റ് വിത്ത് ദ പ്രസൻറ്റ്. അപ്പോൾ പ്രസൻറ്റിൽ നിന്നുകൊണ്ട് പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോൾ പലതും അവർക്ക് ഫാൻസിയും ഫാക്റ്റും ഒക്കെ ഒരുപോലെയാണെന്ന് തോന്നുന്നുണ്ട്. വസ്തുതകളും ഭാവനകളും എല്ലാം ഒരേപോലെ ഇമാജിനേഷനിലൂടെയൊക്കെയാണ് കുറച്ചൊക്കെ ഈ റൈറ്റിങ്സിലേക്ക് വരിക അല്ലേ. ദ വിമൻ പെയിൻസ് ദ ചൈൽഡ്സ് എക്സ്പീരിയൻസസ് ഇൻ ഹെർ ഓൺ ഫാൻറ്റസി. അപ്പോൾ ശരിക്കും ഒരു ഭാവനാത്മകമായി ഇത് എഴുതുകയും വേണം. ഓട്ടോബയോഗ്രഫിയാണ്. സോ അവർ പറയാണ്, ഇപ്പോൾ ഞാൻ 22 വയസ്സുള്ളൊരു വിമനാണ് അല്ലേ, ഒരു സ്ത്രീയാണ്. വിമൻ പെയിൻസ് ദി ചൈൽഡ്സ് എക്സ്പീരിയൻസസ്. ഒരു കുട്ടിയുടെ എക്സ്പീരിയൻസ് അവർ പെയിൻറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ വരച്ച് കാണിക്കേണ്ടിയിരിക്കുന്നു ഇൻ ഹെർ ഓൺ ഫാൻറ്റസി. ഇപ്പോൾ ഉള്ള ആ ഒരു നമ്മുടെ ഒരു 22 ഇയേഴ്സ് ഓൾഡ് എന്ന് പറഞ്ഞ ഒരു യുവതിയാണ്. അപ്പോൾ ആ ടൈമിൽ അവരുടെ ഫാൻറ്റസി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ടൈം. ആ ഒരു ചൈൽഡായിരുന്ന സമയത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. ആ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത് എഴുതുന്നത്, നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. എ ഫ്യൂ ഇംപ്രഷൻസ് സ്റ്റാൻഡ് ഔട്ട് വിവിഡ്ലി ഫ്രം ദ ഫസ്റ്റ് ഇയേഴ്സ് ഓഫ് മൈ ലൈഫ്. ചില ഇംപ്രഷൻസൊക്കെ, കുറച്ച് ഇംപ്രഷൻസൊക്കെ സ്റ്റാൻഡ് ഔട്ട് വിവിഡ്ലി ഫ്രം ദ ഫസ്റ്റ് ഇയേഴ്സ്. വിവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ചില ഇംപ്രഷൻസൊക്കെ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ബട്ട് ദ ഷാഡോ ഓഫ് ദ പ്രിസൺ ഹൗസ് ആർ ഓൺ ദ റെസ്റ്റ്. ഷാഡോ ഓഫ് ദ പ്രിസൺ ഹൗസ് ആർ ഓൺ ദ റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതൊരു പോയത്തിലെ ഒരു കോട്ടഡ് ലൈനാണ്. ഇൻറ്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറഞ്ഞിട്ട് വില്യം വേർഡ്സ്വർത്തിൻ്റെ ഒരു പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണത്. അപ്പോൾ അത് ശരിക്കും വേഗമാണ്. പാസ്റ്റിലെ പല കാര്യങ്ങളും അവ്യക്തമാണ് എനിക്ക് എന്ന് പറയാൻ വേണ്ടി അവർ ആ വരി ഉപയോഗിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനെ ശരിക്കും ഒരു പ്രിസൻറ്റിലാണെന്നാണ് അവർ പറയുന്നത്. ദ ഷാഡോ ഓഫ് ദ പ്രിസൺ, വേഗ് മെമ്മറി എന്നുള്ളൊരു അർത്ഥത്തിലാണ് അവർ പറയുന്നത്. പ്രിസൺ ഹൗസിലാണ് ആ ഒരു ബാക്കിയുള്ള അവരുടെ ഓർമ്മകളൊക്കെ പലതും മങ്ങിപ്പോയിരിക്കുന്നു. വർഷങ്ങൾ ഇപ്പുറത്തേക്കും കുറേ മാറിയപ്പോഴത്തേക്കും അവർ പലതും മറന്നു. ബിസൈഡ്സ് many of the joy and sorrows of childhood have lost their poignancy. Poignancy means അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ തീവ്രത. പലതിൻ്റെയും ആ ഒരു സന്തോഷത്തിൻ്റെയും സങ്കടവും ഒക്കെ ഉണ്ട് ചൈൽഡ്ഹുഡിൽ അല്ലേ. അതൊക്കെ ഓർത്തെടുക്കുമ്പോൾ പലതും അതിൻ്റെ ഒരു പോയിഗ്നൻസി നഷ്ടപ്പെട്ടു, അതിൻ്റെ ഒരു തീവ്രത നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. ആൻഡ് മെനി ഇൻസിഡൻറ്റ്സ് ഓഫ് വൈറ്റൽ ഇമ്പോർട്ടൻസ് ഇൻ മൈ ഏർലി എഡ്യൂക്കേഷൻ ഹാവ് ബീൻ ഫോർഗോട്ടൺ ഇൻ ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഗ്രേറ്റ് ഡിസ്കവറീസ്. അപ്പോൾ കുട്ടിക്കാലത്തെ ഓർമ്മകളല്ല അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ല നമ്മൾ വളർന്നു വരുമ്പോൾ. അപ്പോൾ നമ്മുടെ വളർച്ചയുടെ ഭാഗമായിട്ട് പലതും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലത് നമ്മൾ മറന്നു പോവും, ചിലത് നമ്മൾ വിട്ടുകളയും, അങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പോൾ അവർ പറയുകയാണ് മെനി ഇൻസിഡൻറ്റ്സ് ഓഫ് വൈറ്റൽ ഇമ്പോർട്ടൻസ്, ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ട പല കാര്യങ്ങളും ഇൻ മൈ ഏർലി എഡ്യൂക്കേഷൻ ഹാവ് ബീൻ ഫോർഗട്ടൺ, അതൊക്കെ ഞാൻ മറന്നിരിക്കുന്നു. ഇൻ ദി എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഗ്രേറ്റ് ഡിസ്കവറീസ്, പുതിയ പുതിയ അറിവുകൾ നേടുമ്പോൾ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് ഞാൻ വന്നപ്പോൾ പഴയതൊക്കെ പലതും ഞാൻ മറന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഞാൻ മറന്നു. ഇൻ ഓർഡർ therefore not to be tedious, I shall try to present in a series of sketches only the episodes that seem to me to be the most interesting and important. അപ്പോൾ ഒരു ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് വായിക്കുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവണം. അത്തരത്തിലുള്ള ഒന്നായിരിക്കണം ഓട്ടോബയോഗ്രഫി അല്ലേ. അപ്പോൾ നമുക്ക് APJ അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ ആണെങ്കിലും അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ആണെങ്കിൽ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, ഇതൊക്കെ വായിക്കുമ്പോൾ അവർ ലൈഫ് ലോങ് എക്സ്പീരിയൻസ് അല്ല അതിൽ കുറിച്ചിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ്, ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇൻസിഡൻസ് ആണ് കുറിച്ചിരിക്കുന്നത്. അതേപോലെ ഹെലൻ കെല്ലർ നമ്മളോട് വാക്ക് പറയാണ്,
ഉറപ്പായും ഞാൻ നിങ്ങളെ വിരസമായിട്ട് ഈ ഒരു വായനയിൽ നിങ്ങൾക്ക് വിരസത തോന്നില്ല. ഐ ഷാൽ ട്രൈ ടു പ്രസൻറ്റ് ഇൻ എ സീരീസ് ഓഫ് സ്കെച്ചസ്. നല്ലൊരു സീരീസ് ഓഫ് സ്കെച്ചസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരും. ഒൺലി ദി എപ്പിസോഡ്സ് ദാറ്റ് സീം ടു മീ ടു ബി ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഇൻട്രസ്റ്റിങ്ങുമാണെന്ന് എനിക്ക് തോന്നുന്ന എപ്പിസോഡ്സ്, എൻ്റെ ലൈഫിലെ നല്ല നല്ല നിമിഷങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും. ഐ വാസ് ബോൺ ഓൺ June 27, 1880 ഇൻ തസ്കംബിയ, എ ലിറ്റിൽ ടൗൺ ഓഫ് നോർത്തേൺ അലബാമ. അപ്പോൾ അലബാമയിൽ ഉള്ള ഒരു അമേരിക്കയിലൊരു പ്ലേസാണ്. അവിടെയാണ് അവർ ജനിച്ചത് 1880. The family on my father's side is descendant from Caspar Keller, a native of Switzerland who settled in Maryland. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സൈഡിൽ നിന്നുള്ള ആൾക്കാർ, അവരുടെ ഒരു സന്തതി പരമ്പര, ഒരു ഡിസെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാലങ്ങളായിട്ട് സ്വിറ്റ്സർലൻഡുകാരായിരുന്നു. അവരിവിടെ ഇപ്പോൾ അവർ ശരിക്കും സ്വിറ്റ്സർലൻഡ് അലബാമയിലേക്ക് അല്ലെങ്കിൽ മെരിലാൻഡിലേക്ക് സെറ്റിൽ ചെയ്യുകയായിരുന്നു ചെയ്തത്. മൈ ഫാദർ ആർതർ എച്ച് കെല്ലർ വാസ് എ ക്യാപ്റ്റൻ ഇൻ ദ കോൺഫെഡറേറ്റ് ആർമി ആൻഡ് മൈ മദർ കേറ്റ്. യെസ്, എൻ്റെ അച്ഛൻ ആർതർ എച്ച് കെല്ലർ ക്യാപ്റ്റൻ, ഒരു കോൺഫെഡറേറ്റ് ആർമിയുടെ ക്യാപ്റ്റനായിരുന്നു. അതേപോലെ എൻ്റെ അമ്മ കേറ്റ് ആദംസ്. കേറ്റ് ആദംസ് വാസ് ഹിസ് സെക്കൻഡ് വൈഫ് ആൻഡ് മെനി ഇയേഴ്സ് യങ്ങർ. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയാണ്. അതേപോലെ ഒരുപാട് വയസ്സ് പ്രായക്കുറവുള്ള ആളായിരുന്നു. അച്ഛനിൽ നിന്നും വയസ്സ് ഒരുപാട് കുറവുള്ള ആളായിരുന്നു. ഐ ലീവ്ഡ് അപ് ടു ദ ടൈം ഓഫ് ഇൽനെസ്. അപ്പോൾ ഈ ഇൽനെസ് എന്ന് പറയുന്നുണ്ടല്ലേ, അപ്പോൾ തുടക്കത്തിൽ തന്നെ അവരൊന്ന് സൂചിപ്പിക്കുന്നു, പക്ഷേ പോകെ പോകെ അവർ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഒരു മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഇൽനെസ്, ഒരു അസുഖം വന്നിട്ട് അവർ ബ്ലൈൻഡും ഡെഫും ഒക്കെ ആയി മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഇൻസിഡൻറ്റ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ ഐ ലീവ്ഡ് അപ് ടു ദ ടൈം ഓഫ് ഇൽനെസ് ദാറ്റ് ഡിപ്രൈവ്ഡ് മീ ഓഫ് മൈ സൈറ്റ് ആൻഡ് ഹിയറിംഗ് in a tiny house consisting of a large square room and a small one in which the servants slept. അപ്പോൾ അവർ പറയുന്നു, അവർക്ക് ഓർമ്മയുണ്ട് ഞാൻ ജീവിച്ചത്, ഈ ഒരു ഇൽനെസ്സിന് വരുന്ന ആ ഒരു ടൈമിൽ ഞാൻ ജീവിച്ചത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ എ ടൈനി ഹൗസ്, ഒരു ചെറിയ വീട്ടിലായിരുന്നു. ഒരു ടൈനി എന്ന് മീൻസ് മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ വെരി സ്മോൾ എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഒരു വീട്ടിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. അവിടെ ഒരു വലിയ സ്ക്വയർ റൂം ഉണ്ടായിരുന്നു ആൻഡ് എ സ്മോൾ വൺ, ഒരു ചെറിയ മുറിയും ഉണ്ടായിരുന്നു. ഇൻ വിച്ച് ദ സെർവൻറ്റ് സ്ലെപ്റ്റ്, അവിടെയായിരുന്നു സെർവൻ്റ് ഉറങ്ങിയിരുന്നത്. ഇറ്റ് ഈസ് എ കസ്റ്റം ഇൻ ദ സൗത്ത് ടു ബിൽഡ് എ സ്മോൾ ഹൗസ് നിയർ ദ ഹോം സ്റ്റേഡ് ആസ് എൻ അനാക്സ് ടു ബി യൂസ്ഡ് ഓൺ ഒക്കേഷൻസ്. സോ ഇപ്പോൾ അവർ പറയുന്നത് അവർ പണ്ട് താമസിച്ചിരുന്നത് ഒരു ചെറിയ വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞു. ഇനി പറയുന്നത് സദേൺ സ്റ്റേറ്റിലൊക്കെ ഉള്ള ഒരു കസ്റ്റം, ഒരു രീതി എന്ന് പറയുന്നത് വലിയൊരു കെട്ടിടത്തിനൊപ്പം ചെറിയ ഹോം സ്റ്റേ മീൻസ് ലാർജ് ഹൗസ് എന്നാണ് കേട്ടോ. ആസ് എൻ അനെക്സ് മീൻസ് സ്മോൾ ബിൽഡിങ്സ്. നമ്മൾ ചായ്പെന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ ബിൽഡിങ്സ് കിട്ടുന്ന പോലെ അവിടുത്തെ ഒരു സദേൺ കസ്റ്റം എന്ന് പറയുന്നത് അനെക്സ് ടു ബി യൂസ്ഡ് ഓൺ ഒക്കേഷൻസ്, പല പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബിൽഡിങ്സും ഈ വലിയ വീടിനോട് ചേർന്ന് ഉണ്ടാക്കുമായിരുന്നു. സച്ച് എ ഹൗസ് മൈ ഫാദർ ബിൽറ്റ് ആഫ്റ്റർ ദ സിവിൽ വാർ. അപ്പോൾ സിവിൽ വാറിന് ശേഷം എൻ്റെ അച്ഛൻ അത്തരത്തിലൊരു വീട് മേക്ക് ചെയ്തു, അല്ലെങ്കിൽ അത്തരത്തിലൊരു വീട് ഞങ്ങൾക്ക് വേണ്ടി ബിൽഡ് ചെയ്തു. ആൻഡ് വെൻ ഹീ മാരീഡ് മൈ മദർ ദി വെൻറ്റ് ടു ലിവ് ഇൻ ഇറ്റ്. അപ്പോൾ എൻ്റെ അമ്മയെ വിവാഹം കഴിച്ച ശേഷം ഞങ്ങൾ അവിടെയാണ് താമസിച്ചത്. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് വൈൻസ്, ക്ലൈംബിംഗ് റോസസ് ആൻഡ് ഹണിസക്കിൾസ്. അപ്പോൾ ശരിക്കും അതൊരു പൂങ്കാവനം പോലെയുള്ളൊരു വീടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അവർ ആ വീടിനെ വർണ്ണിക്കുകയാണ്. അവിടെ നല്ല മുന്തിരി വള്ളികളൊക്കെ ഉണ്ട്, ഗ്രേപ്പ് വൈനൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അതുമാത്രമല്ല ക്ലൈംബിംഗ് റോസസ്, നല്ല പടർന്ന് കിളിക്കുന്ന റോസസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഹണിസക്കിൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോളാമ്പി പൂ പോലത്തെ ഉള്ള ട്യൂബുലർ ഫ്ലവറാണ്. വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലൈംബിംഗ് ഷ്രബാണ്. ഒരു കുറ്റിച്ചെടിയായിട്ടോ അല്ലെങ്കിൽ നമ്മളതിനെ പടർത്തിയോ ഒക്കെ ഉള്ളതുപോലെ തന്നെ ഉള്ളൊരു ചെടിയാണ് ഹണിസക്കിൾ. സോ climbing roses and honeysuckles from the garden it looked like an arbor. ഒരു ആർബർ പോലെയാണ് ഫീൽ ചെയ്യാറ്. ശരിക്കും ഗാർഡനിൽ നിന്ന് നോക്കുവാണെങ്കിൽ ആ വീട് തോന്നുന്നത് ഒരു ഷെഡ്, ഒരു പ്ലേസാണ്, ഒരു ഗാർഡൻ കവേർഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഫോംഡ് ബൈ ട്രീസ് ആൻഡ് ബുഷസ് ദാറ്റ് ആർ ഗ്രോൺ ടു
പാർട്ട്ലി സറൗണ്ടഡ് ഇറ്റ്. അപ്പോൾ ശരിക്കും വലിയ ഫ്ലവേഴ്സൊക്കെ നല്ല രീതിയിൽ വളർന്നിട്ട് ഒരു ആർബർ പോലെ ഉള്ള ഒരു പ്ലേസ് ആണത്. സോ ആർബർ മീൻസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഷെൽട്ടേർഡ് പ്ലേസ് ആണ് ഇൻ എ ഗാർഡൻ ഫോംഡ് ബൈ ട്രീസ് ബുഷസ് ദാറ്റ് ആർ ഗ്രോൺ ടു പാർട്ട്ലി സറൗണ്ടഡ് ഇറ്റ്. സോ the little porch was hidden from view of a screen of yellow roses and southern smilax. അപ്പോൾ അവിടെ സ്മിലക്സ് അതൊക്കെ ഒരു ക്ലൈമ്പിംഗ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ. The little porch was hidden from views of എ സ്ക്രീൻ ഓഫ് യെല്ലോ റോസസിൻ്റെയും സദേൺ സ്മിലക്സിൻ്റെയും ഒക്കെ എന്താണ് വ്യൂസ് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയൊരു പോർച്ചുണ്ട്. അത് ശരിക്കും പോർച്ച് കാണാൻ പറ്റാത്ത രീതിയിൽ നല്ലതായിട്ട് യെല്ലോ റോസസും സദേൺ സ്മിലക്സും ഒക്കെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഇറ്റ് വാസ് ദ ഫേവറേറ്റ് ഹോണ്ട് ഓഫ് ഹമ്മിങ് ബേർഡ്സ് ആൻഡ് ബീസ്. ഹോൺ മീൻസ് എന്താണ്, അത് എപ്പോഴും നിരന്തരമായിട്ട് സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ്. ടു വിസിറ്റ് ഹാബിച്വലി റെഗുലർലി എന്നാണ് ഹോണ്ടിങ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് വാസ് ദ ഫേവറേറ്റ് ഹോണ്ട് ഓഫ് ഹമ്മിങ് ബേർഡ്സ് ആൻഡ് ബീസ്. സോ ഹെലൻ കെല്ലർ അവരുടെ ആ ഒരു ഹോം സ്റ്റഡിനെയും അവരുടെ താമസിച്ചിരുന്ന ആ സ്ഥലത്തെയും ഒക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് വിവരിച്ച് തരികയാണ്. ദ ഹെലൻ കെല്ലേഴ്സ് അല്ലെങ്കിൽ ദ കെല്ലേഴ്സ് ഹോം സ്റ്റഡ് വേർ ദ ഫാമിലി ലീവ്ഡ് വാസ് എ ഫ്യൂ സ്റ്റെപ്സ് ഫ്രം അവർ ലിറ്റിൽ റോസ് ബോർ. ആ ഒരു റോസ് ബോറിൻ്റെ എന്താണ് പറയുക, റോസ് ബോർ മീൻസ് ഈ ഒരു റോസൊക്കെ കിളിച്ചൊരു വള്ളിക്കുടിൽ പോലെ ആവുന്ന ഒരു പ്ലസൻറ്റ് ഷെയ്ഡി പ്ലേസ് ആണ് അണ്ടർ ദി ക്ലൈംബിംഗ് റോസസ് ഇൻ എ ഗാർഡൻ. അങ്ങനെ ഒരു സ്ഥലത്തിനാണ് റോസ് ബോർ എന്ന് പറയുന്നത്. ഒരു ഷെയ്ഡി പ്ലേസ്, ഒരു വള്ളിച്ചെടികളൊക്കെ റോസിൻ്റെ ഒരു എന്താണ് ആ ഒരു വള്ളിച്ചെടിയൊക്കെ നിന്നിട്ട് നല്ല രീതിയിലൊരു ഷെയ്ഡി പ്ലേസ് ആയിട്ടുള്ളൊരു സ്ഥലത്തിന് റോസ് ബോർ എന്ന് പറയും. ഇറ്റ് വാസ് കോൾഡ് ഐവി ഗ്രീൻ എന്നാണ് ഈ ഒരു ഹോം സ്റ്റേഡിനെ വിളിക്കുന്നത്. ബിക്കോസ് ദ ഹൗസ് ആൻഡ് ദ സറൗണ്ടിങ് ട്രീസ് ആൻഡ് ഫെൻസസ് വെയർ കവേർഡ് വിത്ത് ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് ഐവി. അപ്പോൾ ഇംഗ്ലീഷ് ഐവി എന്ന് പറയുന്ന ഒരു തരം ചെടിയുണ്ട്. അത് പടർന്ന് കിളിച്ചിരിക്കുകയാണ് ഈ ഒരു വീടിൻ്റെ ഫെൻസസ് മീൻസ് എ ബാരിയർ. ഒരു ചെറിയ മതിലിനോ അല്ലെങ്കിൽ ചെറിയ നമ്മൾ മതിൽ പോലെ കെട്ടുകയോ അല്ലെങ്കിൽ വേലി പോലെ കെട്ടുകയോ ഒക്കെ ചെയ്യാറില്ലേ, അതിന് പറയുന്നതാണ് ഫെൻസ്. അപ്പോൾ ഫെൻസിൻ്റെയും അതേപോലെ തന്നെ ആ ഒരു വീടും ഒക്കെ ഫുള്ളി കവേർഡാണ് വിത്ത് എന്താണ് ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് ഐവി എന്ന് പറയുന്ന ഒരു ചെടി വെച്ചിട്ട് ഫുൾ കവേർഡാണ്. സോ ഐവി ഗ്രീൻ എന്നാണ് ഈ ഒരു ഹൗസിനെ തന്നെ ഇവർ വിളിക്കുന്നത്. ഇറ്റ്സ് ഓൾഡ് ഫാഷൻ ഗാർഡൻ വാസ് ദ പാരഡൈസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. ശരിക്കും ഈ ഒരു ഓൾഡ് ഫാഷൻ്റെ ഒരു പഴയ കാലത്തെ രീതിയിലുള്ളൊരു ഗാർഡനാണത്. പക്ഷേ അത് ശരിക്കും എൻ്റെ പാരഡൈസ് ആണ് അല്ലേ. വാസ് ദ പാരഡൈസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. പാരഡൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹെവൻ, സ്വർഗം എന്നൊക്കെയാണ്, പരദീസ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ പാരഡൈസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്, എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഒരു സ്വർഗമെന്ന് തന്നെ ആ ഒരു വീടിനെയും അതിൻ്റെ ചുറ്റുമുള്ള ആ ഗാർഡനെയും ഒക്കെ ഇവർ വിവരിക്കുകയാണ്. സോ യെസ്, പാരഡൈസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. ഈവൻ ഇൻ ദ ഡേയ്സ് ബിഫോർ മൈ ടീച്ചർ കെയിം. അപ്പോൾ എൻ്റെ ടീച്ചർ എൻ്റെ ഒപ്പം വരുന്ന ആ ഒരു ടൈമിന് മുന്നേ തന്നെ, ഈവൻ ഇൻ ദ ഡേയ്സ് ബിഫോർ മൈ ടീച്ചർ കെയിം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡേയ്സിന് മുന്നേ തന്നെ ഐ യൂസ് ടു ഫീൽ അലോങ് ദ സ്ക്വയർ സ്റ്റിഫ് ബോക്സ്വുഡ് ഹെഡ്ജസ് ആൻഡ് ഗൈഡഡ് ബൈ ദ സെൻസ് ഓഫ് സ്മെൽ വുഡ് ഫൈൻഡ് ദ ഫസ്റ്റ് വയലറ്റ് ആൻഡ് ലിലീസ്. അപ്പോൾ അവർ ആ ഒരു ടീച്ചറിൻ്റെ വരവിന് മുന്നേ തന്നെ അവർ എന്ത് ചെയ്യുമായിരുന്നു, ഐ യൂസ് ടു ഫീൽ, ഞാൻ എപ്പോഴും ഇങ്ങനെ നിരന്തരമായി ചെയ്യുന്നൊരു കാര്യത്തിനെ നമ്മൾ ഐ യൂസ് ടു എന്ന് പറയാറ്, ഐ യൂസ് ടു യൂസ് ചെയ്യാറ്. ഐ യൂസ് ടു ഫീൽ എലോങ് ദ സ്ക്വയർ സ്റ്റിഫ് ബോക്സ് വുഡ്. ഇത് നമ്മുടെ ഒരു ബുഷ് ടൈപ്പ് ഒരു ചെടിയുണ്ടല്ലോ, നമ്മളെന്ത് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ നിർത്തുമല്ലോ പല ഷേപ്സിൽ. അത്തരത്തിലുള്ളൊരു സ്ക്വയർ സ്റ്റിഫ് നമ്മൾ ഈ ഒരു ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഫ്രണ്ടിലിങ്ങനെ നമ്മൾ കാണാറുണ്ട്, രണ്ട് സൈഡിൽ ഒരേ ലെവലിൽ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതുമാതിരിയുള്ളൊരു സ്ക്വയർ സ്റ്റിഫ് ബോക്സ് വുഡ് ഹെഡ്ജസ്, അതിലേക്ക് തൊട്ട് അതിനോടൊപ്പം നടന്ന് ആൻഡ് ഗൈഡഡ് ബൈ ദ സെൻസ് ഓഫ് സ്മെൽ. അപ്പോൾ എന്നെ നയിക്കുന്നത് എന്താണ്, ഈ ഒരു അവിടുത്തെ ആ ഒരു ഫ്രാഗ്രൻസ് ആണ്, അവിടുത്തെ പൂക്കളുടെയും നല്ല ഫ്ലവേഴ്സിൻ്റെയൊക്കെ ആ മണമാണ് അവരെ നയിക്കുന്നത്. ഗൈഡഡ് ബൈ ദ സെൻസ് ഓഫ് സ്മെൽ വുഡ് ഫൈൻഡ് ദ ഫസ്റ്റ് വയലറ്റ് ലില്ലീസ്. അപ്പോൾ അവർ ഈ ഒരു സ്മെല്ല് അന്വേഷിച്ച് വുഡ് ഫൈൻഡ് ദ ഫസ്റ്റ് വയലറ്റ്സും വയലറ്റ് കളറിലുള്ള ഫ്ലവറും ലില്ലീസും ഒക്കെ കിളിക്കുന്നിടത്തേക്ക് അവർ ആ ഒരു മണം പിടിച്ച് പോകാറുണ്ടെന്നാണ് പറയുന്നത്. യെസ്, there too after a fit of temper
അപ്പോൾ നമ്മൾ ഈ ഒരു ഹെലൻ കെല്ലറിൻ്റെ സ്റ്റോറി നോക്കുമ്പോൾ തന്നെ അറിയാം, ഹെലൻ കെല്ലർ ഒരു സാധാരണ കുട്ടി തന്നെയായിരുന്നു, പക്ഷേ ഒരു വികൃതിയായിരുന്നു. പതുക്കെ ഇവർ തിരിച്ചറിയുന്നു ഇവർക്ക് മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തയാണ് ഇവർ, കാഴ്ചയില്ല, കേൾവിയില്ല എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുമ്പോഴത്തേക്കും ഷിബിക്കം കുറച്ചും കൂടെ നോട്ടിനെസ് അവർക്ക് കൂടാണ്, അവർ കുറേയും കൂടെ വാശിക്കാരിയായി മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം അവരൊരു ഭയങ്കരമായിട്ട് ആർക്കും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ, അല്ലെങ്കിൽ ഒരു അറഗൻസ് അവർ കാണിക്കുന്നുണ്ട്, ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് പലപ്പോഴും എനിക്ക് ദേഷ്യം വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിനാണ് നമ്മുടെ ഒരു ഫിറ്റ് ഓഫ് ടെമ്പർ എന്ന് പറയുന്നത്. അത്തരത്തിൽ ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയാറില്ല, നമ്മുടെ ടെമ്പർ തെറ്റിക്കല്ലേ എന്നൊക്കെ പറയാറില്ല. ആഫ്റ്റർ എ ഫിറ്റ് ഓഫ് ടെമ്പർ, ആ ഒരു ടെമ്പർ മോശമായ സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അതിന് ശേഷം ഞാനൊന്ന് കൂളാവാൻ വേണ്ടി ഐ വെൻറ്റ് ടു ഫൈൻഡ് കംഫർട്ട് ആൻഡ് ടു ഹൈഡ് മൈ ഹോട്ട് ഫേസ് ഇൻ ദ കൂൾ ലീവ്സ് ആൻഡ് ഗ്രാസ്. അപ്പോൾ ആ ഒരു ലീവ്സിൻ്റെയും ഗ്രാസിൻ്റെയും ഒക്കെ അടുത്ത് പോകുമ്പോഴാണ് എൻ്റെ ആ ഹോട്ട് ഫേസ്, എൻ്റെ ആ ചൂടായി ദേഷ്യപ്പെട്ടിരിക്കുന്ന ആ മുഖം ഞാൻ എന്ത് ചെയ്യും, ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ആ ലീവ്സിൻ്റെയും ഗ്രാസിൻ്റെയും ഒക്കെ അടുത്തിലേക്ക് മുഖം കൊണ്ടുപോകും. വാട്ട് ജോയ് ഇറ്റ് വാസ് ടു ലൂസ് മൈ സെൽഫ് in that garden of flowers, to wander happily from spot to spot, until coming suddenly upon a beautiful vine, I recognized it by its leaves and blossoms, and I knew it was the vine which covered the tumble down summer house at the further end of the garden. So അവരുടെ ടെമ്പറൊക്കെ സെറ്റിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂളാവാൻ വേണ്ടി അവർ ആ ഒരു ലീവ്സിൻ്റെയും ഗ്രാസിൻ്റെയും ഒക്കെ എടുക്കുക വരാറുണ്ടെന്ന് പറയുന്നു. വാട്ട് ജോയ് ഇറ്റ് വാസ് ടു ലൂസ് മൈ സെൽഫ് ഇൻ ദാറ്റ് ഗാർഡൻ ഓഫ് ഫ്ലവേഴ്സ്. ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഗാർഡനിൽ അവരെ തന്നെ മറന്ന് ഇങ്ങനെ നിൽക്കുന്നത് എന്ത് സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് അറിയാമോ എന്ന് അവർ നമ്മളോട് ചോദിക്കുകയാണ്. ടു വാണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യവുമില്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനാണ് വാണ്ടർ എന്ന് പറയാം. സോ വാണ്ടർ ഹാപ്പിലി, വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ നടക്കുന്നത് കേട്ടോ ആ ഒരു ഗാർഡനിൽ. അതവരുടെ ഒരു പാരഡൈസ് ആണെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞു. സോ ഫ്രം സ്പോട്ട് ടു സ്പോട്ട് പല ഭാഗങ്ങളിലും മാറിയും തിരിഞ്ഞും നടക്കുന്നുണ്ട്. അണ്ടിൽ കമ്മിങ് സഡൻലി അപ്പോൺ എ ബ്യൂട്ടിഫുൾ വൈൻ. അപ്പോഴാണ് പെട്ടെന്നൊരു മുന്തിരിവള്ളിയുടെ ചെടി അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ റെക്കഗ്നൈസ്ഡ് ഇറ്റ് ബൈ ഇറ്റ്സ് ലീവ്സ് ആൻഡ് ബ്ലോസംസ്. അതിൻ്റെ ഫ്ലവേഴ്സും അതിൻ്റെ ഇലകളും ഒക്കെ അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ആൻഡ് നോ ഇറ്റ് വാസ് ദ വൈൻ വിച്ച് കവേർഡ് ദ ടെമ്പിൾ ഡൗൺ സമ്മർ ഹൗസ്. അപ്പോൾ അവർ പറയുന്നുണ്ട് അവിടെ ഒരു സമ്മർ ഹൗസ് ഉണ്ട്, അത് കുറച്ച് ഡാമേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടംബിൾ ഡൗൺ ആയിട്ടുള്ള ഒരു ഫാൾ ഡൗൺ എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു സമ്മർ ഹൗസ് ഉണ്ട്. അതിൽ ചുറ്റും ഇങ്ങനെ വൈൻസൊക്കെ ചുറ്റും നിൽക്കുന്നുണ്ടാവും. അത് ശരിക്കും അറ്റ് ദ ഫർദർ എൻഡ് ഓഫ് ദി ഗാർഡൻ, ആ ഒരു ഗാർഡൻ്റെ ഏറ്റവും അറ്റത്ത് അതാണുള്ളത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവർക്കറിയാം തിരിച്ചു പോകേണ്ട സ്ഥലമായിരുന്നല്ലേ. ഹിയർ ഓൾസോ വേ ട്രെയിലിംഗ് ക്ലിമാറ്റിസ് എന്ന് പറയുന്ന ഒരു പിങ്ക് ഫ്ലവറുള്ള പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഡ്രോപ്പിംഗ് ജെസാമിൻ, നമ്മുടെ ജാസ്മിൻ പോലെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ജെസാമിൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു ക്ലൈംബിംഗ് ഫ്ലവറാണ്. ആൻഡ് സം റെയർ സ്വീറ്റ് ഫ്ലവേഴ്സ് കോൾഡ് ബട്ടർഫ്ലൈ ലിലീസ് ബിക്കോസ് ദേ ആർ ഫ്രജൈൽ പെറ്റൽ. അപ്പോൾ ബട്ടർഫ്ലൈ ലിലീസ് എന്ന് പറയുന്നൊരു ഫ്ലവർ ഉണ്ട്. അതിന് എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്ന് നമ്മളോട് പറയുന്നുണ്ട് നമ്മുടെ ഹെലൻ കെല്ലർ. ബിക്കോസ് ദേ ആർ ഫ്രജൈൽ പെറ്റൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതളുകൾ. ഫ്രജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈസിലി ബ്രോക്കൺ എന്നാണ്, പെട്ടെന്ന് തന്നെ ഡാമേജ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്ന എന്നുള്ളൊരർത്ഥത്തിലാണ്. യെസ്, റിസംപിൾ ബട്ടർഫ്ലൈസ് വിങ്സ്. ബട്ടർഫ്ലൈയുടെ വിങ്സ് പോലെ, അതിൻ്റെ ചിറകുകൾ പോലെ ഫ്രജൈലാണ് അല്ലേ. ബട്ടർഫ്ലൈയുടെ വിങ്സിൽ നമുക്ക് തൊട്ടാൽ അറിയാം അത് പെട്ടെന്ന് തന്നെ ഫ്രജൈലാണ്, അതിന് ജീവിക്കാൻ കൂടുതൽ സമയം ജീവിക്കില്ല നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതേപോലെ ഈ ഫ്ലവേഴ്സും ഈ ഒരു ഫ്ലവറും ബട്ടർഫ്ലൈ ലിലീസും അതേപോലെ ഫ്രജൈലായിട്ടുള്ള പെറ്റൽസ് ഉള്ളൊരു ഫ്ലവറാണെന്നാണ് പറയുന്നത്. ബട്ട് ദ റോസസ് ദേ വെർ ലവ്ലിയസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും അധികം ഫ്ലവേഴ്സും ഇത്രയധികം നല്ല വൈൻ എല്ലാം ഉണ്ട് അവിടെ, എല്ലാ തരത്തിലുള്ള ചെടികളും ഉണ്ടെങ്കിലും ഒരുപാട് ചെടികളുടെ കാറ്റഗറി നമ്മൾക്ക് അവർ പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ബട്ട് ദ റോസസ് ദേ വെർ ലവ്ലിയസ്റ്റ് ഓഫ് ഓൾ. എല്ലാത്തിലും മികച്ചത് അല്ലെങ്കിൽ എല്ലാത്തിലും നല്ലത്, വളരെ നമുക്ക് സ്നേഹം തോന്നുന്നത് റോസസിനോടാണ്, റോസാ ചെടിയോടാണ് അല്ലെങ്കിൽ റോസാ പൂക്കളോടാണ്. Never have I found in the greenhouse of north such heart-satisfying roses as the climbing roses of my southern home. അപ്പോൾ ഈ ഒരു നോർത്തിൽ ഈ കാണുന്ന പോലുള്ള ഹാർട്ട് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള never have I found in the greenhouse of north such heart satisfying roses.
എൻ്റെ സദേൺ ഹോമിലുള്ള അത്രയും നല്ല ഹാർട്ട് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള, ഹൃദയം നിറയ്ക്കുന്ന, അല്ലെങ്കിൽ ഹൃദയസ്പർശിയായെന്നോ അല്ലെങ്കിൽ തൃപ്തി നൽകുന്ന പോലെയുള്ള, സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ, ഹൃദയത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെയുള്ള റോസസിനെ ഞാൻ കാണാറില്ല, അല്ലെങ്കിൽ അവിടെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നെവർ ഹാവ് ഐ ഫൗണ്ട് ഇൻ ദ ഗ്രീൻ ഹൗസസ് ഓഫ് നോർത്ത് such heart satisfying roses as the climbing roses of my southern home. They used to hang in long festoons എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാർലൻഡ്സ് എന്നൊക്കെയാണ്. ഗാർലൻഡ് ഓഫ് ഫ്ലവറിൻ്റെ ഒരു കുമാല പോലെയാണ് ഈ ഒരു ഹാങ്ങിങ് ഫ്ലവേഴ്സൊക്കെ കിടക്കുക. ഫ്രം അവർ പോർച്ച് ഫില്ലിങ് ദ ഹോൾ എയർ വിത്ത് ദെയർ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മണമാണ് അല്ലേ, നല്ല മണമാണ്. ഫ്രാഗ്രൻസ് അൺടെയിൻഡ് ബൈ എനി എർത്തി സ്മെൽ. അപ്പോൾ അൺടെയിൻഡ് എന്ന് പറയുന്നുണ്ട്, നോട്ട് പൊല്യൂട്ടഡ് എന്നാണ്. ഇപ്പോൾ നമ്മളുടെയൊക്കെ സ്ഥലത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പൊല്യൂഷനാണ് അല്ലേ, പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സേ നമുക്ക് കാണാൻ പോലും സാധിക്കും. പക്ഷേ ഹെലൻ കെല്ലർ പറയുന്നത് അവിടുത്തെ ഫ്ലവേഴ്സ് അൺടെയിൻഡ് ആണെന്നാണ്, നോട്ട് പൊല്യൂട്ടഡ് എന്നാണ്. അൺടെയിൻഡ് ഫ്ലവേഴ്സ് ബൈ എനി എർത്തി സ്മെൽ, വേറെ ഒരു തരത്തിലുള്ള ബാഹ്യമായിട്ടുള്ള സ്മെല്ല് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ പൊല്യൂട്ടഡ് അല്ലാത്ത നല്ല ഫ്ലവേഴ്സ്, നല്ല മണവുമാണ്. ആൻഡ് ഇൻ ദ ഏർലി മോർണിംഗ് വാഷ്ഡ് ഇൻ ദ ഡ്യൂ. അപ്പോൾ ആ ഫ്ലവേഴ്സൊക്കെ ഏറ്റവും അതിരാവിലെ നമ്മൾ ചെന്ന് നോക്കുവാണെങ്കിൽ അതിനെയൊക്കെ മഞ്ഞിൽ കുളിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടാവും. ദേ ഫെൽറ്റ് സോ സോഫ്റ്റ്, സോ പ്യുവർ. ഐ കുഡ് നോട്ട് ഹെൽപ്പ് വണ്ടറിങ് ഇഫ് ദേ ഡിഡ് നോട്ട് റിസംബിൾ ദ ആസ്ഫഡൽസ് ഓഫ് ഗോഡ്സ് ഗാർഡൻ. യെസ്, ആസ്ഫഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ എവർലാസ്റ്റിംഗ് ഫ്ലവർ, ഒരു എവർലാസ്റ്റിംഗ് ഫ്ലവറാണ്. അപ്പോൾ അതുപോലെ ദൈവത്തിൻ്റെ ഗാർഡനിലുള്ള, ഈശ്വരൻ്റെ ഗാർഡനിലുള്ള ഒരു ആസ്ഫഡൽസ് അല്ലേ ഇത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, അല്ലെങ്കിൽ അതിനോട് സാമ്യം തോന്നുന്ന റിസംബ്ലൻസ് ഉള്ള ഫ്ലവർ അല്ലേ ഇതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഐ കുഡ് നോട്ട് ഹെൽപ്പ് വണ്ടറിങ്, എനിക്ക് അതിശയിച്ച് നിൽക്കാതെ നിവൃത്തിയില്ല എന്ന് നമ്മൾ പറയാറില്ലേ. ഇഫ് ദേ ഡിഡ് നോട്ട് റിസംബിൾ ദ ആസ്ഫഡൽസ് ഓഫ് ഗോഡ്സ് ഗാർഡൻ. അപ്പോൾ ഗോഡ്സ് ഗാർഡൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റൊക്കെ അവരുടെ ഭാവനയിൽ നിന്ന് അവർ എഴുതുകയാണ് അല്ലേ. ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിലെ പൂവല്ലേ ഇത് എന്ന് അവർക്ക് ഫീൽ ചെയ്ത് അവരറിയുകയാണ്, അവർ നമ്മളോട് പറയുകയാണ്. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഒരു പകുതി വരെ, ആദ്യ പകുതി വരെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചതും. സോ നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ബാക്കി കണ്ടിന്യൂവേഷൻ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നതാണ് റോസ് ബോൾ, ഒരു വള്ളിക്കുടിൽ പോലെ, എ പ്ലസൻറ്റ് ഷെയ്ഡി പ്ലേസ് അണ്ടർ ട്രീസ് ഓർ ക്ലൈംബിംഗ് പ്ലാന്റ്സ് ഇൻ എ ഗാർഡൻ. ഇപ്പോൾ നമുക്ക് ആ ഒരു ക്ലൈംബിംഗ് റോസസൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ മനോഹരമായൊരു വീട്ടിൽ താമസിച്ച് ഇത്രയധികം പരിമിതികളുണ്ടായിട്ടും ലോകപ്രശസ്തയായ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് ഹെലൻ കെല്ലർ. കൂടുതൽ അവരെ പറ്റി നമുക്ക് അറിയേണ്ടതുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സീ യു സൂൺ. താങ്ക് യു.